അമ്മ എനിക്കൊരു 3 വർഷം സമയം തന്നാ മതി. ഞാൻ പഠിച്ചൊരു നിലയിലെത്തും. ജോലി കിട്ടിക്കഴിഞ്ഞാ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. കടവും തീർക്കാം അമ്മ. 3 വർഷം കഴിഞ്ഞ് നീ ചെയ്യുന്ന സഹായമല്ല ഇപ്പോഴീ കുടുംബത്തിന് വേണ്ടത്. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്നു മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. മാളുവിനൊരു ഭാഗ്യം ഉണ്ടായ അത് മേഘയുടെയും മണിക്കുട്ടനെയും കൂടെ ഭാഗ്യവാ. അത് മറക്കരുത്. നിങ്ങൾ ഈ ചെയ്യുന്നത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ട് രവീന്ദ്ര? ലോൺ എടുത്തിട്ട് എത്ര കാലമായി? മുതലിലേക്ക് 1 രൂപയെങ്കിലും അടച്ചോ? അതുപോട്ടെ, പലിശയെങ്കിലും അടയ്ക്കണ്ടേ? സാറേ, മുതലും പലിശയും ചേർത്ത് ഇപ്പൊ എത്രയായെന്ന് രവീന്ദ്രനുള്ള ധാരണയുണ്ടോ? സാറേ, എനിക്ക് കുറച്ചുകൂടെ അവധി തരണം. ഞാൻ എങ്ങനെയെങ്കിലും. ഇനിയും അവധിയോ? ഓരോ തവണ വരുമ്പോഴും രവി ഇത് തന്നെയല്ലേ പറയുന്നത്? സാറേ, ഈ വീട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതെങ്കിലും ഒന്ന്. ഞങ്ങൾക്കും അതറിയാം. പക്ഷെ കുടിശ്ശിക ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ജപ്തി നടപടിയല്ലാതെ വേറെ വഴിയില്ല. സാറേ, 1 മാസം കൂടി സമയം തരാവോ? അടുത്ത മാസം നടക്കുന്ന അദാലത്തില് ഞങ്ങൾ പലിശ മുഴുവനും അടയ്ക്കാം. അതിനുശേഷം മുതലടയ്ക്കാൻ കുറച്ച് സമയം അനുവദിച്ചാൽ മാത്രം മതി. കുട്ടി, പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത്രയും പണം 1 മാസത്തിനുള്ളിൽ എവിടെ നിന്ന് കണ്ടെത്തും? എങ്ങനെയെങ്കിലും കണ്ടെത്തു സർ. അടുത്ത മാസം അദാലത്തിലെ പലിശ അടച്ചിരിക്കും. ഞാൻ ഉറപ്പ് തരാം. എന്റെ മോളുടെ കൂടെ അല്ലേ കുട്ടി പഠിക്കുന്നത്? അതെ. ഇത്രയും ബുദ്ധിമുട്ടിനിടയിലും പഠിച്ച് റാങ്ക് വാങ്ങിച്ച കുട്ടിയാ നീ. വെറുതെ ഒരു വാക്ക് പറയില്ലെന്ന് എനിക്കറിയാം. കുട്ടിയെ ഓർത്ത് ഒരവസരം കൂടി ബാങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കാം. ഓ,
അടുത്ത മാസം അദാലത്തിൽ പലിശ മുഴുവനും അടയ്ക്കണം. ശരി സാറേ. അത് ചെയ്താൽ മുതലടയ്ക്കാൻ കുറച്ച് സമയം നമുക്ക് ചോദിക്കാം. ഓ ശരി സാറേ. പക്ഷെ ഇത്തവണ നടന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജപ്തി നടപടിയായിട്ടേ മുന്നോട്ട് പോകും. ഓ നടക്ക് സാറേ, ഞാൻ പറഞ്ഞ വാക്ക് മാറില്ല. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഇനി വാക്ക് മാറരുത്. അങ്ങനെ ആവട്ടെ സാറേ. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ? വീടിപ്പം ബാങ്കുകാർ കൊണ്ടുപോകും. എത്ര തവണ ഞാൻ പറഞ്ഞതാ കടം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. മുതലടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പലിശയെങ്കിലും അടയ്ക്കണമെന്ന്. കേട്ടോ നിങ്ങള്? സുധ, ഞാൻ ഒന്നും പറയണ്ട. ഓരോ തവണ അവധി ചോദിക്കും, അവരവധി തരും. അവസാനം കണ്ടില്ലേ, ജപ്തിയായി. എടി, നീ എന്ത് ധൈര്യത്തിലാ അടുത്ത മാസം പലിശ മുഴുവൻ അടയ്ക്കാമെന്ന് പറഞ്ഞത്? അതമ്മ, ഞാൻ നിന്റെ അച്ഛനെ വിശ്വസിച്ചാണോ? ഞാൻ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തും സുധേ. എവിടുന്ന്? ഇതുവരെ കണ്ടെത്താത്ത പണം അടുത്ത ഒരു മാസത്തിനുള്ളിൽ എവിടുന്ന് കണ്ടെത്തും? കുടുംബ സ്വത്തിൽ നിന്ന് വല്ല ഓഹരിയും കിട്ടിയിട്ടുണ്ടോ? അതിനുവേണ്ടി വല്ലതും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും വരുമാനമുണ്ടോ? സുധ, നീ ഒന്ന് സമാധാനപ്പെട്. ഈ വീടും കൂടി പോയാ നമ്മൾ എങ്ങോട്ട് പോകും? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട് ബാങ്കുകാർ കൊണ്ടുപോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അമ്മേ, കാര്യമായിട്ട് പറഞ്ഞതാ. എന്തെങ്കിലും വിഷം വാങ്ങി എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ എല്ലാവരും തീരും. സുധ, നീ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ചാവണ്ട, നിങ്ങൾ ജീവിച്ചോ. ഭാര്യയും മക്കളും പോയി, വീടും പോയി. പിന്നൊരു ബാധ്യതയില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അമ്മേ, മതി അമ്മേ. എന്തിനാ അച്ഛനെങ്ങനെ വിഷമിപ്പിക്കുന്നെ? അച്ഛൻ മനഃപൂർവ്വം പണം കൈവച്ചിട്ട് കട അടയ്ക്കാതിരിക്കുവാണോ? ലോൺ അടയ്ക്കാൻ അച്ഛൻ എത്ര തവണ ശ്രമിച്ചതാ. ഒന്നും നടക്കാതെ പോയത് അച്ഛന്റെ കുറ്റമാണോ? ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കട അല്ലല്ലോ ഇത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ച തീർക്കാമേ ഇത്. അമ്മ, എനിക്കൊരു 3 വർഷ സമയം തന്നാ മതി. ഞാൻ പഠിച്ചൊരു നിലയിലെത്തും. ജോലി കിട്ടിക്കഴിഞ്ഞാ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. കടവും തീർക്കാം അമ്മേ. 3 വർഷം കഴിഞ്ഞ് നീ ചെയ്യുന്ന സഹായമല്ല ഇപ്പോഴീ കുടുംബത്തിന് വേണ്ടത്. നിനക്ക് ഈ കുടുംബത്തോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ കുമാറുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്ക്. അതാണിപ്പോ ഈ വീടിനെയും വീട്ടുകാരെയും രക്ഷിക്കാൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം.